നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ഈവനിംഗ് ആശംസിച്ചുകൊണ്ട് നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ, സത്യത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് എവിടെയും തലകുനിക്കേണ്ടി വരില്ല. നമുക്ക് പറഞ്ഞ കള്ളങ്ങൾ ഓർത്തു വെക്കേണ്ടി വരത്തില്ല. ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ടി വരത്തില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. ഈ സത്യം എപ്പോഴും ജയിക്കും എന്ന ഒരു വിശ്വാസമുണ്ട്. ഇന്ന് ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിലും അത് സത്യമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. ഏത് അന്വേഷണവും നടന്നോട്ടെ, എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സത്യത്തിന്റെ ആത്മവിശ്വാസം നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിയും. അപ്പോൾ സത്യം എന്നും ജയിക്കുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേരം വൈകുന്നേരത്തിലേക്ക്. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 1ലേക്ക്. ഹാരിസിൽ കോംപ്രമൈസ്. ഡോക്ടർ ഹാരിസ് ചില കാര്യങ്ങൾ, സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആ സിസ്റ്റത്തിലുള്ള പോരായ്മകൾ തുറന്നു പറഞ്ഞു. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടായി. ഹാരിസിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും ഉണ്ടായി. എന്തായാലും ആ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് അതൊരു കോംപ്രമൈസിലേക്ക് നീങ്ങുകയാണ്. ഡോക്ടർ ഹാരിസ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനി തനിക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമവായ നീക്കം ഉണ്ടായതെന്ന് നോക്കിയാൽ, ഇന്നലെ ഒരു വിവാദങ്ങളുടെ പകലാണ് കടന്നുപോയത്. ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ ശ്രമം നടക്കുന്നോ, അതിനുവേണ്ടിയാണോ മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താസമ്മേളനം നടത്തിയത് എന്ന് സംശയിച്ചു പോകുന്ന ഒരു പകലായിരുന്നു. ആ വാർത്താസമ്മേളനത്തിൽ ഉന്നതങ്ങളിൽ നിന്ന് വന്ന കോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. അത് എന്തുകൊണ്ട്, എങ്ങനെയെന്നൊന്നും വിശദീകരിക്കാൻ കഴിയാതെയാണ് വാർത്താ സമ്മേളനം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. അത് വലിയ വിവാദം ഉണ്ടാക്കുകയും ചെയ്തു. അതിനൊടുവിൽ ഡോക്ടർ ഹാരിസിനെ മന്ത്രി വീണ ജോർജ് നേരിൽ കണ്ട് ചർച്ച നടത്തിയതിലൂടെയാണ് ഇപ്പോൾ ഒരു സമവായ നീക്കം ഉടലെടുത്തിരിക്കുന്നത്. ആ സമവായ നീക്കത്തിലൂടെ ഡോക്ടർ ഹാരിസ് ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും എന്ന ഒരു തോന്നൽ ഉളവാക്കുകയാണ്. യൂറോളജി വകുപ്പിൽ നിന്ന് മോസിലോസ്കോപ്പ് കാണാതായെന്ന റിപ്പോർട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. മന്ത്രി പറഞ്ഞത് ശരിയെന്ന് വരുത്താൻ ഉള്ള ശ്രമങ്ങളാണ് ഇന്നലെ കണ്ടത് എന്നത് നമുക്കറിയാം. അങ്ങനെ ഒരു സാധനം കളവ് പോയിട്ടില്ല എന്ന് തെളിഞ്ഞപ്പോൾ അത് പിന്നീട് ആരോ കൊണ്ടുവച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. ആ വാർത്താ സമ്മേളനമാണ് പൊളിഞ്ഞ് പാളിസായത്. അതിനൊടുവിൽ ഈ കോംപ്രമൈസ് വരുന്നു. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് അവധിയിൽ ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ആ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. തൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. തൻ്റെ മുറിയിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. PG വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് അവിടെ വരുന്നവരാണ്. തനിക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. ആരോഗ്യമന്ത്രിയുമായും തനിക്ക് നല്ല ബന്ധം തന്നെയാണുള്ളത്. തൻ്റെ ഭാഗത്ത് ചട്ടലംഘനം എന്ന തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യമുള്ളതാണ്. പക്ഷേ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് ആ ചട്ടലംഘനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഇതോടെ അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ ഡോക്ടർ ഹാരിസ് പങ്കുവച്ചു. എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGMCT ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGMCT ഞങ്ങളുടെ സംഘടനയായിട്ട് നമ്മൾ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ അടുത്തതിൽ KGMCTയ്ക്കും വലിയ പങ്കുണ്ട്. KGMCTയുമായി ചർച്ച ചെയ്തു എന്ന കാര്യം ഡോക്ടർ ഹാരിസും വിശദീകരിക്കുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്നാണെന്നും ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും KGMCTA പ്രതിനിധി റോസ്ന ബീഗം, സംസ്ഥാന പ്രസിഡന്റാണ് റോസ്ന ബീഗം. അവർ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ വിവാദമായ വാർത്താ സമ്മേളനത്തിന് ശേഷം ശക്തമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട്
റോസ്ന ബീഗം രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ സമവായത്തിലേക്ക് കടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ നിർണായക പങ്കുള്ള KGM-CTA സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കും. ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഹാരിസ് സാറ് പറയുന്നത് 100% ഞങ്ങൾക്ക് വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഈ സിസ്റ്റത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടൊരു ടാർഗറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ളൊരു സൂചന പോലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പ്രശ്നങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഉള്ള പരിഹാരങ്ങളും സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയേ പറ്റും. ഇന്നലത്തെ വാർത്താ സമ്മേളനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കകൾക്കിട നൽകുന്നതായിരുന്നു. ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ പ്രത്യേകം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനമായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അവർക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ഒപ്പം തന്നെ സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർക്ക് മുകളിൽ നിന്ന് വന്ന ആ കോൾ ആരതായിരുന്നു? സാർ വന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചത് ആരോടായിരുന്നു? ആ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വായിക്കാനുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചത് എവിടെ നിന്നായിരുന്നു? അപ്പോൾ ആ ഉന്നത തലങ്ങളിൽ നിന്നുള്ള വ്യക്തി ആര് എന്ന ചോദ്യത്തിന് കൂടി ഇന്ന് ഉത്തരമായിരിക്കുകയാണ്. DME വിശ്വനാഥൻ പറയുന്നു താനാണ് അവരോട് കാര്യങ്ങൾ നിർദ്ദേശിച്ചതെന്ന്. കാരണം അവർ ഡോക്ടർമാരാണ്, അവർക്ക് വിവാദങ്ങളിൽ എന്ത് പറയണമെന്ന ജ്ഞാനമുള്ളവരല്ല, മാധ്യമപ്രവർത്തകരെ കണ്ട് ശീലമുള്ളവരല്ല. അവരോട് മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ റിപ്പോർട്ടിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നൊരു നിർദ്ദേശമാണ് താൻ ഡോക്ടർമാർക്ക് നൽകിയത്. അതായത് സൂപ്രണ്ടിനും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനും നൽകിയത് അത് താനായിരുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നത് DME വിശ്വനാഥനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഹാരിസിനെതിരെ ഈ വിവാദം ഉണ്ടാകുമ്പോൾ ആദ്യം അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്ന് ആരോഗ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് വലിയ നടപടികൾ ഉണ്ടാകില്ല, അദ്ദേഹത്തിന് വേട്ടയാടില്ല എന്ന ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകി. പക്ഷേ ആ ഉറപ്പ് പിന്നീട് ലംഘിക്കപ്പെടുന്നത് കണ്ടു. ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള ആദ്യ പ്രതികരണം വന്നത് റിപ്പോർട്ടിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നൽകിയ മറുപടിയാണ്. അത് ഒരു ഉപകരണം കാണാനില്ല എന്ന സംശയമുനയിലേക്ക് ഡോക്ടർ ഹാരിസിനെ കൊണ്ടുവന്നതാണ്. അത് അന്വേഷണത്തിൽ ആ ഉപകരണം അവിടെ തന്നെ, മോസിലോസ്കോപ്പ് എന്ന ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിനൊടുവിലാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കുരുക്കാൻ, അത് പിന്നീട് കൊണ്ടുവച്ചതാണ് എന്ന് വരുത്താനുള്ള ചില ശ്രമങ്ങൾ നടന്നത്. അതും പൊളിഞ്ഞു പാളീസായതോടെയാണ് ഡോക്ടറെ ചെന്ന് കണ്ട് വീണ ജോർജ് സമവായത്തിലേക്ക് ആരോഗ്യമന്ത്രി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കണമല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് പറയാനൊന്നുമില്ല ആരോഗ്യമന്ത്രിക്ക്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാം എന്നതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാതെ പോവുകയായിരുന്നു ആരോഗ്യമന്ത്രി ഇന്ന് ചെയ്തത്. നമുക്കറിയാം ഡോക്ടർ ഹാരിസ് നമ്മുടെ സിസ്റ്റത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച മനുഷ്യനാണ്. തന്റെ അവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് പാവങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്ന സേവനം ഒരു ജീവിത കർമ്മമാക്കി മാറ്റിയ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറാണ് ഈ വിവാദങ്ങളുടെ പേരിൽ മനോസംഘർഷം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഡോക്ടറെ ചെന്ന് കണ്ടത് ഒരു സൈക്കാട്രി വിഭാഗത്തിലാണ്. ഫോൺ ഓഫ് ചെയ്ത് അവിടെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഈ മാനസിക സംഘർഷങ്ങൾ അദ്ദേഹത്തെ അവിടെ വരെ എത്തിച്ചുവെങ്കിൽ ആ പാവ മനുഷ്യൻ ഈ വേട്ടയാടൽ പെടുമോ എന്ന ആശങ്കയിൽ അനുഭവിച്ചു തീർത്ത മനോവിഷമം എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സമാധാനത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരുങ്ങേണ്ടത്. നമ്മുടെ സിസ്റ്റങ്ങൾ മനുഷ്യർ കൈയാളുന്നതാണ്. അവിടെ പൂർണ്ണമായും തെറ്റുണ്ടാകാത്ത ഒരിടമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല ഭരണാധികാരികളുടെ ലക്ഷണം. അതാണ് അവർ ചെയ്യേണ്ടത്. നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം ഡോക്ടർ ഹാരിസിന് ഇനി സമാധാനപൂർവ്വം രോഗികളെ ചികിത്സിക്കാനുള്ള അവസരം ഒരുങ്ങുമെന്ന്.
നമ്മൾ പോകുന്ന ഫോക്കസ് നമ്പർ 2-ലേക്ക്. മെസ്സി അറിയുന്നുണ്ടോ ഇവിടുത്തെ ചർച്ചകൾ? നമുക്കറിയില്ല. മെസ്സി വരുമോ എന്നത് കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും പ്രതീക്ഷയോടുകൂടി എന്താണ് വരുന്ന വാർത്തകളെന്ന് കായിക പ്രേമികൾ ഉറ്റുനോക്കുകയാണ്. വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നതാണ് ഇന്നത്തെയും അവസ്ഥ. പക്ഷേ മെസ്സി ഇതൊന്നും അറിയുന്നുണ്ടാകില്ല. ഏതായാലും ഇന്ന് ചില നിർണായക വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ്. അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു പ്രതിനിധി, മാർക്കറ്റിംഗ് ഹെഡിന്റെ പ്രതികരണം വന്നതാണ്. വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നതാണ് ഇന്ന് ഈ വിഷയത്തെ നിർണായകമാക്കുന്നത്. അത് സർക്കാർ ഇതിൽ കരാർ ലംഘനം നടത്തി, കരാർ ലംഘനം ഉണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്ന ഒരു പ്രതികരണമാണ് ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയനാൻഡ്രോ പീറ്റേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ആരോപണം. അപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, എല്ലാം സ്പോൺസറുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രതികരണം ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ഒരു വാട്സപ്പ് ആശയവിനിമയമാണ്. ആ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 130 കോടിയോളം രൂപ അടച്ചിട്ടും കേരളത്തിൽ എത്താനാവില്ലെന്ന് അറിയിച്ചത് കരാർ ലംഘനമല്ലേ എന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ്, ഒരു ലേഖകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ലിയാൻഡ്രോ ഈ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്ന വിമർശനം പുറത്തു വന്ന വാട്സാപ്പ് സന്ദേശത്തിൽ വ്യക്തമാണ്. ഏത് തരത്തിലുള്ള കരാർ ലംഘനമാണ് കേരള സർക്കാർ നടത്തിയെന്ന കാര്യം പക്ഷേ ഈ സന്ദേശത്തിൽ പറയുന്നുമില്ല. ആദ്യമായാണ് AFAയുടെ ഒരു പ്രതിനിധിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് കേരള സർക്കാരിനെതിരെയാണ് എന്നത് നമ്മൾ കാണണം. അത് ഒരു പുതിയ വിവാദത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ എന്താണ് സർക്കാർ നിലപാട്? അപ്പോൾ ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ മാർക്കറ്റിംഗ് വിഭാഗം ഹെഡാണ് എന്നത് സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ? അതെ എന്ന് പറയുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ. അദ്ദേഹം ഈ AFAയുടെ ഒരു പ്രതിനിധി തന്നെയാണ്, മാർക്കറ്റിംഗ് വിഭാഗം ഹെഡ് തന്നെയാണ് എന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന വാദങ്ങൾ പക്ഷേ മന്ത്രി തള്ളിക്കളയുകയാണ്. സ്പോൺസർമാരാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നതാണ് മന്ത്രി ആവർത്തിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാരിന് ആരുമായി കരാറില്ല, അതുകൊണ്ട് തന്നെ കരാർ ലംഘനവുമില്ല എന്നതാണ് മന്ത്രിയുടെ വാദം. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കും. നിങ്ങളെ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടു, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു. നമ്മൾ പറഞ്ഞത് എന്താ? കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിനെ, മെസ്സി അടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നിങ്ങൾ കാര്യം. ആ ചൂരന്മല തീർന്നു, അതിന് ലീഗിന്റെ ആ തട്ടിപ്പ്, അതൊക്കെ നന്നായിട്ട് കൊടുക്കും. അതൊക്കെ ജനങ്ങൾ കാണട്ടെ. മയക്കുമരുന്ന് അല്ല, ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. ഇതിങ്ങനെ നടന്നോളും. നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യങ്ങളും വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെന്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാൽ ശരിയാണെന്ന് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു. ഇതാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ട്രോള്. അപ്പോൾ അതിൽ തന്നെ ചോദിക്കട്ടെ, ഒരു കരാർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ മെസ്സി അടക്കമുള്ളത് വരുമെന്ന് ഒരു രാജ്യം, ഒരു അർജന്റീനൻ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരുടെ ഒരു ടീം പറയുമ്പോൾ അത് അവർ ഒപ്പിട്ട് പണം വാങ്ങുമ്പോൾ പിന്നെ നമ്മളെന്താ പറയേണ്ടത്? ഇത് വരും. ഇപ്പോഴും അത് തന്നെയാണ്. കിട്ടോ, നിങ്ങൾ സമയത്തിന് വന്നിട്ട് നിങ്ങൾ വരണ്ട കേട്ടോ. കേരളയിൽ വരുമെന്നുകൊണ്ട് അവസാനം അത് വന്നില്ല. അതേപോലെ ആകുമ്പോൾ ഒരു ആശങ്ക ആളുകൾക്കുണ്ട്. കേരളയില് നശിപ്പിച്ച ആളുകളാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ കേരളയിൽ എപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആർക്കത്ര തിരക്ക് പോവാൻ എന്ന് ചോദിച്ചവരാണ് നിങ്ങൾ. ഇതാണ് മന്ത്രിക്ക് പറയാനുള്ളത്. 13 ലക്ഷം ചെലവാക്കിയതിലുമുണ്ട് മന്ത്രിക്ക് മറുപടി. സ്പെയിനിൽ മാത്രമല്ല പോയത്, ഓസ്ട്രേലിയയിലും ക്യൂബയിലും ഒക്കെ പോയി. കായിക വികസനവുമായി ബന്ധപ്പെട്ട് അത്തരം യാത്രകൾ വേണ്ടിവരും എന്ന് അദ്ദേഹം പറയുന്നു. ഈ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഒന്നും വസ്തുതയല്ല എന്ന കാര്യം പറയുന്നു. സർക്കാരിന് കരാർ വീഴ്ച സംഭവിച്ചിട്ടില്ല, സർക്കാരുമായി ഒരു കരാറുമില്ല. മാത്രവുമല്ല, സ്പോൺസർ കമ്പനിക്കാണ് അതിൽ ഉത്തരവാദിത്വം. സത്യം ഒരു നാൾ തെളിയും എന്നത് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം. ചില മാധ്യമങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങൾ ഇതിൽ ചില കുത്തിത്തിരിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന രീതിയിലാണ് മന്ത്രി കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യമൊക്കെ മന്ത്രി സൂചിപ്പിക്കുകയാണ്. എന്തായാലും സ്പെയിനിൽ വെച്ച് അർജന്റീന ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മെസ്സി കേരളത്തിൽ കളിക്കുന്നത് കായിക പ്രേമികളുടെ ഒരു സ്വപ്നമാണ്, അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതൊക്കെ മന്ത്രി ഒരു ന്യായീകരണമായി പറയുന്നുണ്ട്. ഇനി സ്പോൺസർ കമ്പനി
കമ്പനിക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്നത് കേൾക്കണമല്ലോ. സ്പോൺസർ കമ്പനി ഈ വാട്സ്ആപ്പ് സന്ദേശങ്ങളെ പാടെ തള്ളുകയാണ്. അവരുടെ ആ ഒരു സന്ദേശം തന്നെ വ്യാജമാണ് എന്ന ഒരു നിലപാടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്വീകരിക്കുന്നത്. അതിന്റെ MD ന്യൂസ് 18നോട് ആന്റോ അഗസ്റ്റിൻ പ്രതികരിച്ചത് ഈ പ്രകാരം തന്നെയാണ്. മെസ്സികൾ വരും, ചർച്ചകൾ തുടരുകയാണ്, അതിൽ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. അവരേത് രീതിയിലാണ് കേരള മെസ്സേജ് കാണിക്കുന്നത്? അത് ഫേക്ക് മെസ്സേജ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു അത് വാട്സപ്പ് മെസ്സേജ് അല്ല. വാട്സപ്പ് മെസ്സേജിന്റെ ശൈലി അങ്ങനെയല്ല. അത് വാട്സപ്പ് മെസ്സേജിൽ വരുന്ന സാധനം അല്ല. അങ്ങനെയല്ല. നമ്മൾ എത്രയോ വാട്സപ്പ് മെസ്സേജ് ആക്കി, നിങ്ങളെ നോക്കി അറിയാം. അത് വാട്സപ്പ് മെസ്സേജ് അല്ല. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും ചൂടുപിടിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്ന ഒരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം 13 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സർക്കാർ ഇത് പറയാൻ ആൻസറബിൾ ആണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. KPCC അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് മെസ്സി ഈസ് മിസ്സിംഗ് എന്നാണ്. അപ്പം ഷാഫി പറമ്പിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രംഗത്തെത്തി. എല്ലാം തുറന്നു പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. തള്ളിമറിച്ചാണല്ലോ സർക്കാർ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് എന്ന ഒരു പരിഹാസവും ഷാഫി പറമ്പിൽ നടത്തുന്നു. വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അർജന്റീനയുടെ 2022 ഖത്തർ വേൾഡ് കപ്പിലെ വിജയം, അതിലെ മെസ്സിയുടെ പെർഫോമൻസിനും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണയിൽ ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന, അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചൊരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത്. ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണ്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഈ നിലപാട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി കൂടി ഇടപെടൽ നടത്തുകയാണ് പ്രതിപക്ഷം എന്നത് നമുക്ക് കാണാം. എന്തായാലും മെസ്സി എന്ന ഒരു ലെജൻഡിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായത് അതൊരു സൗഭാഗ്യമായി കരുതുന്നവരാണ് കായിക പ്രേമികൾ. അവർക്ക് മെസ്സിയെ ഒന്ന് കാണാൻ പറ്റുമെന്ന ഒരു ആശ നൽകിയത് നമ്മുടെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശ നൽകുമ്പോൾ അത് ഒരു ചർച്ചകളും നടത്താതെയാണോ, ഒരു ഉറപ്പും ലഭിക്കാതെയാണോ ആവർത്തിച്ച് മെസ്സി വരും കേട്ടോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത്? ഒരു ഉറപ്പും കിട്ടാതെയാണോ? ഇത്രയധികം മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിയിട്ട് ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? 13 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയതാണ്. നോക്കൂ, മെസ്സി കേരളത്തിൽ വന്നിരുന്നു എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആരായിരിക്കും കൊണ്ടുപോവുക? മെസ്സി എന്ന ഒരു ലെജൻഡിനെ കാണാൻ അവസരം ഒരുക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഈ സർക്കാരിനായിരിക്കില്ലേ, ഈ മന്ത്രിക്ക് തന്നെ ആയിരിക്കില്ല? അപ്പോൾ അത് നടക്കാതെ പോയാൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകുക? സ്പോൺസർ കമ്പനിക്ക് മാത്രം ഉത്തരവാദിത്വം നൽകി ഒഴിഞ്ഞു മാറുക എന്നത് സാധ്യമാണ്? അപ്പോൾ ഇത് മറുപടി പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഒക്ടോബറിലേക്ക് മെസ്സിയും ടീമും ഒക്ടോബറിൽ അമേരിക്കയിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവർക്ക് ഫ്രീ ടൈം ഉള്ളത് നവംബറിലാണ്. അതിൽ 10 മുതൽ 18 വരെ ഉള്ള ദിവസമാണ്, ആ വിൻഡോയിലാണ് ഒഴിവുള്ളത്. അപ്പോൾ അതൊരു സാധ്യതയായി ഇപ്പോഴും മുന്നിലുണ്ട്. സ്പോൺസർ കമ്പനി പറയുന്നത് അവർ ഇപ്പോഴും ശ്രമം തുടരുന്നു എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ വാക്ക് പാലിക്കാൻ, ആളുകൾക്ക് നൽകിയ ആശ പാലിക്കാൻ മെസ്സിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ വാക്ക് പാലിക്കുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള കായിക പ്രേമികൾ കാത്തിരിക്കുകയാണ് മെസ്സി വരുമോ ഇല്ലയോ എന്നറിയാൻ. നിലം തൊടിക്കാതെ പാകിസ്ഥാനെ തകർത്ത കഥ ഇന്ന് പറയുകയാണ് എയർ ചീഫ് മാർഷൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനേറ്റ ഒരു മുറിവായിരുന്നു ഏപ്രിൽ 22 പഹൽഗാമിൽ സംഭവിച്ചത്. 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ.
ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ സർക്കാർ എന്തൊക്കെ സംഭവിച്ചു എന്നത് പല ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൽ വ്യോമസേനാ മേധാവിയുടെ ഭാഗത്തു നിന്ന് ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാവുകയാണ്. ആദ്യമായിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യോമസേനാ മേധാവി പരസ്യമായി പ്രതികരണം നടത്തുന്നത്. എയർ ചീഫ് മാർഷൽ AP സിംഗ് അഥവാ അമർപ്രീത് സിംഗ് ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരിക്കുന്നു. ആദ്യമായി ഔദ്യോഗികമായി തന്നെയുള്ള വാർത്താ സമ്മേളനത്തിലൂടെ എന്തൊക്കെയാണ് പാകിസ്ഥാന് നൽകിയ തിരിച്ചടികളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ AP സിംഗ് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും ഇന്ത്യ തകർത്തു എന്ന തുറന്നു പറച്ചിലാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ എണ്ണം സംബന്ധിച്ച് വ്യോമസേനയുടെ ഉന്നത റാങ്കിൽ നിന്ന് ഒരു തുറന്നു പറച്ചിലുണ്ടാകുന്നത് ആദ്യമായാണ്. അത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയതിന്റെ, അവരുടെ വിമാനങ്ങൾ നിലം തൊടിയിക്കാതെ തകർത്തതിന്റെ കഥയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുന്ന വാർത്തയും വിവരവുമാണ് അദ്ദേഹം പങ്കുവച്ചത്. തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ നമ്മൾ തകർത്തു. കൂടാതെ അവരുടെ 2 അതിലധികമോ യുദ്ധവിമാനങ്ങൾ നിലത്ത് വെച്ച് തകർത്തിട്ടുണ്ട് എന്നതാണ് വരുന്ന വിവരം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും പരിചയപ്പെട്ടതാണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400. അതിന്റെ റോൾ എന്തായിരുന്നു എന്നത് ആ കാലത്തൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. S-400 പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചതായും AP സിംഗ് തുറന്നു പറഞ്ഞു. By the red dots that you see on the map were the 7 targets that were very close to the border and LC, and they were to be taken on by Army with their integral weapons. And those 2 blue dots, we've drawn them a little bigger. They were the 2 main headquarter buildings, that is Bahawalpur and Muridke, headquarter complexes, not buildings, that were to be taken on by Indian Air Force. So this was decided. Also, when I say taken on by Indian Air Force, that doesn't mean that only Indian Air Force was to work towards that. All of us were working together, including naval assets were involved in, their weapons were used in these areas, their INT agencies were involved, and in the planning we were all, the 3 services together along with other agencies. So this plan was discussed. Even the escalation metrics were made and discussed as to where can it lead to, what can happen, and if this happens, what is going to be our response. So it was a nicely planned out effort, and the date was decided. It was the 6th and 7th night, date and time, and it was decided based on weather, based on what pattern we were seeing across the border of their movements and their actions. And we decided that time, and we decided that it will be in one go we will address all 9 targets. And like I said, Air Force was targeting these 2 areas which were further away into the border. So it was not that we could do something with small drones or weapons of small caliber. നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടി നൽകി എന്നതാണ് എയർ ചീഫ് മാർഷൽ പറയുന്നത്. ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണം നടന്നു. ബഹവൽപൂരിൽ ഉണ്ടായ ആക്രമണത്തിൽ പക്ഷേ ഒരിക്കലും അടുത്തുള്ള കെട്ടിടങ്ങൾ തകർന്നിട്ടില്ല എന്ന ഒരു തുറന്നു പറച്ചിൽ കൂടി അദ്ദേഹം നടത്തുകയാണ്. നമുക്കറിയാം, മെയ് 7-നാണ് ഇന്ത്യ തിരിച്ചടി തുടങ്ങിയത്. ഏതാണ്ട് 20 മിനിറ്റിൽ 24 കേന്ദ്രങ്ങൾ തകർന്നടിയുന്ന വിധമാണ് ഇന്ത്യ ഈ ഭീകരാക്രമണത്തിന് പകരം ചോദിച്ചത്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. മാത്രവുമല്ല, പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ തകർത്തിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇന്ന് എയർ ചീഫ് മാർഷൽ പുറത്തുവിടുന്നത്. നമുക്കറിയാം, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആയിരുന്നു. അതിനുശേഷം ഈ ഭീകരരെ നമ്മൾ വധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെയാണ് ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായിരുന്നു മതം ചോദിച്ചുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് നടത്തിയ ആക്രമണം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ 26 ജീവനുകളാണ് അവർ കവർന്നത്. അത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായിരുന്നു. അതിൽ കനത്ത തിരിച്ചടി തന്നെ നൽകി എന്ന ഓരോ തുറന്നു പറച്ചിലും ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്നതാണ്.
ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% അധിക തീരുവ, അതായത് 25% അധിക തീരുവ പ്ലസ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ തീരുവ ഉൾപ്പെടെ 50% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കേരളത്തിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇപ്പോൾ ആ 25% തീരുവ പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ കേരളത്തിൽ ആ ആഘാതം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അത് കേരളത്തിലെ കാർഷിക മേഖലകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാർഷിക സുഗന്ധവ്യഞ്ജന പല വ്യാപാര കരാറുകളും കാർഷിക മേഖലയുമായും സുഗന്ധവ്യഞ്ജന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല കരാറുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ, മത്സ്യോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, കയർ എന്നീ മേഖലകളെയാണ് അമേരിക്കയുടെ പുതിയ നയം ബാധിക്കുമെന്ന് കരുതിയിരുന്നത്. ആ മേഖലകളെ തന്നെ ആദ്യം പിടിച്ചുലയ്ക്കുകയാണ് ഈ കരാർ. റബ്ബർ, ഏലം വ്യാപാര കരാറുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ. അതിൽ കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനം, നമുക്കറിയാം അവരുടെ കിറ്റെക്സിന്റെ ഒരു പ്രധാന വിപണി അമേരിക്കയാണ്, ഒപ്പം തന്നെ യൂറോപ്പാണ്. അവരുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ രണ്ട് മേഖലകളെയാണ്. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസ്ത്രനിർമ്മാണ കമ്പനിയാണ് കിഴക്കമ്പലത്തെ കിറ്റെക്സിന്റെ ഗാർമെന്റ്സ്. അവിടെ അവർക്ക് ഇപ്പോൾ തന്നെ ഇതിന്റെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഓർഡറുകൾ റദ്ദായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിലേക്കുള്ള അവരുടെ പ്രവേശനം ഉടൻ വേണ്ട എന്നൊരു തീരുമാനം അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എടുക്കുകയാണ്. ഉൽപാദനം കുറയ്ക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിന് പല സ്ഥാപനങ്ങൾക്കും ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. 1000 കോടി രൂപയുടെ അധിക വരുമാനം ആഭ്യന്തര വിപണിയിൽ നിന്ന് കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അതായത് യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് പ്രധാന വിപണി നിശ്ചയിച്ച് വ്യാപാരം നടത്തുന്ന കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അവരുടെ പ്രധാന കയറ്റുമതി തടസ്സം നേരിടുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ അത് ആഭ്യന്തര വിപണിയിൽ നിന്നും ഈടാക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അങ്ങനെ 1000 കോടിയോളം രൂപയുടെ നഷ്ടം ആഭ്യന്തര വിപണിയിൽ ശക്തമായി വിപണി കണ്ടെത്തിക്കൊണ്ട് മറികടക്കാം എന്ന ഒരു ഉദ്ദേശമാണ് അവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിന് പുറമെ നഷ്ടം നേരിടും എന്ന ഒരു സാഹചര്യമുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ കിറ്റെക്സ് നടത്തുന്നു എന്നതാണ്. നമുക്കറിയാം കാർഷിക മേഖലകളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നത്. നമുക്ക് ആസിയാൻ കരാറിന്റെ കാലം മുതൽ തന്നെ കാർഷിക മേഖലകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ പിച്ചവെച്ച് അല്ലെങ്കിൽ പിടിച്ചു നിന്ന് കരുത്താർജിച്ച് വരുന്ന മേഖലകളാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ആഘാതം നേരിടാൻ പോകുന്നത്. അപ്പോൾ അത് മറികടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്. കാർഷിക മേഖലകളിൽ ഈ സുഗന്ധവ്യഞ്ജന മേഖലകൾ, ഏലം തുടങ്ങി മഞ്ഞൾ തുടങ്ങി കർഷകർ അതിന്റെ കയറ്റുമതി പ്രധാനമായും അമേരിക്കൻ വിപണിയിലേക്ക് ലക്ഷ്യമിട്ടാണ് നടത്തുന്നത്. അവരെയായിരിക്കും പ്രധാനമായും ഇത് ബുദ്ധിമുട്ടിലാക്കുക. കുരുമുളക്, ഏലം, മഞ്ഞൾ, ജാതി തുടങ്ങിയവയുടെ കയറ്റുമതിയെ പ്രധാനമായും അമേരിക്കയാണ് ഒരു വിപണിയായി ആശ്രയിക്കുന്നത്. അവർ ഈ ആഘാതത്തിൽ കനത്ത നഷ്ടം നേരിടും എന്നൊരു സാഹചര്യം. ആ മാർക്കറ്റ് പൂർണ്ണമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ളവർ കൈയടക്കുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നു. കാരണം നമ്മുടെ വിപണി, നമ്മൾ ആധിപത്യം പുലർത്തുന്ന വിപണി മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കൈയടക്കുമോ എന്ന ഒരു ആശങ്ക കൂടി ഈ മേഖലയിലുള്ളവർ പങ്കുവെക്കുകയാണ്. ഇത് തന്നെയായിരിക്കും മത്സ്യമേഖലയിലും സംഭവിക്കാൻ പോവുക. 2023-24 ഏതാണ്ട് 7200 കോടി രൂപ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ വരുമാനമുണ്ടാക്കിയിരുന്നു. ആ വരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുന്നു. അതിന്റെ ഒരു വലിയ ഭാഗം ആ കയറ്റുമതിയുടേത് അമേരിക്കയിലേക്കായിരുന്നു. ഇന്ത്യയുടെ ഈ ഉൽപ്പന്നങ്ങൾ ഇനി ഈ 50% അധിക നികുതി കൊടുത്ത് അമേരിക്കയിൽ ഉപഭോക്താക്കൾ വാങ്ങും എന്ന ഒരു സാഹചര്യമില്ല. ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ ആ ഡീലുകൾ, കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കില്ല. ആ സാഹചര്യത്തിൽ ഈ കരാറുകളും റദ്ദാക്കപ്പെടും. അത് മത്സ്യമേഖലയും വലിയ രീതിയിൽ ബാധിക്കും. ഇതേ പ്രതിസന്ധി നമ്മൾ കശുവണ്ടി മേഖലയിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്ക ഒരു പ്രധാന വിപണി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി കശുവണ്ടി മേഖലയ്ക്ക് ഉണ്ടാകില്ല എന്ന ആശ്വാസകരമായ ഒരു പ്രതികരണം നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റ് ആഭ്യന്തര വിപണികൾ കണ്ടെത്തി പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നത് പ്രമുഖ വ്യവസായിയായ ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒന്നും നഷ്ടപ്പെടത്തില്ല. ബിക്കോസ് നമ്മുടെ ഈ പരമ്പരാഗതമായിട്ട് കാഷ്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ കാഷ്യൂസ് ഇന്ത്യയിലും
യൂറോപ്പിലും ജപ്പാനും ഓസ്ട്രേലിയ ആയിട്ട് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും ഈ എക്സ്ട്രാ എക്സ്പോർട്സ്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. കാരണം കശുവണ്ടി മേഖലയെയും വലിയ രീതിയിൽ ഇത് ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടത്താണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കശുവണ്ടി മേഖല പോകില്ല എന്നൊരു പ്രമുഖ വ്യവസായിയുടെ തന്നെ ഒരു പ്രതികരണം വരുന്നത്. അത് ആഭ്യന്തര വിപണികൾ കണ്ടെത്തിക്കൊണ്ട് മറികടക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും അത് സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലായിടങ്ങളിലും അത്തരം പകരം സംവിധാനങ്ങൾ തേടുക എന്നത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ. പക്ഷേ കശുവണ്ടി മേഖലയ്ക്ക് അത് സാധ്യമാകുമ്പോൾ എല്ലായിടത്തും, ഇപ്പോൾ മത്സ്യമേഖലയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രധാനമായും അത് കയറ്റുമതിയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്നതാണ്. അവിടെ എത്രമാത്രം ആഭ്യന്തര വിപണി കണ്ടെത്തുക സാധ്യമാകുമെന്നത് നമുക്കുറപ്പില്ല. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിതരണം വൻകിട അമേരിക്കൻ റീറ്റെയിൽ ശൃംഖലകൾ നിർത്തിവെച്ചത് കിറ്റെക്സ് പോലുള്ള കമ്പനികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് പുറമെ അങ്ങനെയുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് സംരംഭങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ ആശങ്ക കൂട്ടുന്ന മറ്റൊരു കാര്യം, വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ വാണിജ്യ കരാറിലെ ചർച്ചകൾ തന്നെ ട്രംപ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉടനെ ഒന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മറ്റു പോംവഴികൾ? സർക്കാർ ഇപ്പോൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. അമേരിക്ക ഇങ്ങോട്ട് സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതനുസരിച്ച് തന്നെ അങ്ങോട്ട് പ്രതികരിക്കുകയുള്ളൂ എന്നൊരു കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു, ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. പകരം മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള നീക്കമുണ്ട്. നമുക്കറിയാം, റഷ്യയുമായി ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാനിരിക്കുന്നു. ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി ഇതിനൊരു ബദൽ ശക്തിയായി രൂപപ്പെടുമോ എന്നതൊക്കെ ഒരു പ്രതീക്ഷയായി നിലനിൽക്കുന്നു. പക്ഷേ അതിനും അപ്പുറം അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ഏറ്റവും ഇപ്പോൾ തീരുവ ചുമത്തിയപ്പോൾ തന്നെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ വ്യവസായ സംരംഭങ്ങളുണ്ട്. അപ്പോൾ അവരെ പിടിച്ചു നിർത്തുക എന്നതിലും സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടക്കണം. അങ്ങനെയുള്ള സഹായങ്ങൾ പിടിച്ചു നിൽക്കുന്നതിൽ അവർക്ക് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ പകരം വിപണി കണ്ടെത്താനുള്ള സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത്തരം ഇടപെടലുകളിലൂടെ മാത്രമേ നമുക്ക് ഈ വെല്ലുവിളി മറികടക്കാൻ പറ്റുകയുള്ളൂ. ആലപ്പുഴയിലെ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിലെ കാഴ്ചകൾ, അവിടെ നിന്ന് കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ, അത് ആരുടേതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. സെബാസ്റ്റ്യൻ ഒരു സൈക്കോ കില്ലർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകൾ കണ്ടതാണ്. എങ്ങനെയാണ് 6 വർഷത്തെ ഇടവേളകളിൽ ഇയാൾ ഓരോ കുറ്റകൃത്യം നടത്തിയത്, അതെങ്ങനെയാണ് അതിന്റെ തെളിവുകൾ നശിപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇയാൾ വശത്താക്കുന്നത് തുടങ്ങിയത് നമ്മൾ വളരെ വിശദമായി തന്നെ കണ്ടു. ഇപ്പോൾ സെബാസ്റ്റ്യനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് സുഹൃത്തു കൂടിയായിരുന്ന കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി. 12 വർഷം മുൻപ് ഈ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നതാണ് കണ്ണൻ. പള്ളിപ്പുറം സ്വദേശി തന്നെയാണ് കണ്ണൻ. ആ കണ്ണൻ ചില ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുകളാണ് ഇന്ന് ന്യൂസ് 8 നടത്തിയിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കാറില്ല എന്നതാണ് കണ്ണൻ പറയുന്നത്. ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട് ദുരൂഹതകളുടെ വീടാണ്. 2.5 ഏക്കറോളം പടർന്നു കിടക്കുന്ന കാട് പിടിച്ച സ്ഥലത്തിന് നടുവിലാണ് സെബാസ്റ്റ്യന്റെ വീട്. അവിടെയാണ് ഈ കുറ്റകൃത്യങ്ങൾ പലതും അരങ്ങേറിയത്. അവിടെയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത്. ആ വീടിന്റെ ദുരൂഹതയെക്കുറിച്ച് തന്നെയാണ് കണ്ണൻ ആദ്യം പറയാനുള്ളത്. അവിടെ ആരെയും പ്രവേശിപ്പിക്കാറില്ല, ജനലുകളോ വാതിലുകളോ പോലും ആ വീടിൻ്റെത് തുറക്കാറില്ലായിരുന്നു എന്നും കണ്ണൻ പറയും. ഈ പുള്ളിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്ക്, ഒരു 2-3 ദിവസങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒത്തിരി ഈ പുള്ളിയുടെ പെരുമാറ്റത്തിലേക്ക് ഒത്തിരി സംശയം തോന്നിയായിരുന്നു. ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനായിട്ട് തോന്നി. ഇപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. പുള്ളി ഇങ്ങനെ ലാസ്റ്റ് പിരിയാനുള്ള കാര്യം ഇതാണ്. എൻ്റെ ബന്ധം എന്ന് വെച്ചിട്ട് ESP ആയിട്ടാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭയപ്പെടുത്തിയാണ്. ഞങ്ങൾ പിന്നെ അകന്നു പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കച്ചവടം നടക്കത്തില്ലെന്ന് മനസ്സിലായി. ആള് ഫ്രോഡാണെന്ന് മനസ്സിലായി. ആള് ഫ്രോഡാണ് എന്ന് മനസ്സിലായി എന്ന വെളിപ്പെടുത്തലാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഈ കണ്ണൻ തന്നെ പറയുന്നു, ദിവസം മുഴുവൻ കൂടെ നടന്നാലും വീട്ടിലേക്ക് അടുപ്പിക്കില്ല. വീടിന്റെ ഭാഗം എത്തുമ്പോൾ ബായ് പറഞ്ഞ് പോകും സെബാസ്റ്റ്യൻ. എപ്പോഴും അവരെ പുറത്തു നിർത്തി വീട് താഴിട്ട് പൂട്ടി സെബാസ്റ്റ്യൻ കയറിപ്പോകുമെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, സെബാസ്റ്റ്യൻ എപ്പോഴും മദ്യപിക്കുന്ന വ്യക്തിയാണ്.
എത്ര മദ്യപിച്ചാലും ഇയാൾ ബോധരഹിതനാകത്തില്ല. പറയുന്ന കാര്യങ്ങൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും മദ്യപിച്ചു കഴിഞ്ഞാലും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി കണ്ണൻ പറയുന്നു. ഇത്രയും വലിയ ക്രിമിനലാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴിട്ട് പൂട്ടിയിട്ട് ഇറങ്ങുള്ളായിരുന്നു. പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴിട്ട് പൂട്ടി ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ചെല്ലപ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല, അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അത് അന്ന് നമുക്ക് സംശയമില്ലല്ലോ. പുള്ളി പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാർ, ഇനി ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ദിവസം മൊത്തം മദ്യപിക്കും, പക്ഷെ ഒരു ബോധം കിടി അങ്ങനെയൊന്നുമില്ല പുള്ളി. അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്തും പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്. ആരോഗ്യമായ ഇയാൾ ഡ്രൈവിംഗ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ പുള്ളി ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. സൗഹൃദമായെങ്കിലും ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. കാരണം പുള്ളി ഭയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പുള്ളി ഒത്തിരി ഭയപ്പെടുന്നതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരത്കൃഷ്ണനും ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളോട് പറയും ചെയ്ത് പുള്ളിയുടെ ഞങ്ങളുടെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ DSP ആയിട്ടാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ബന്ധം DSP ആയിട്ടാണ്, അങ്ങനെയൊക്കെ പുള്ളി അന്ന് പറഞ്ഞായിരുന്നു. ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. പലരെയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിനുശേഷം അവരെ എപ്പോഴാണോ അവരുമായിട്ടുള്ള ബന്ധം വേണ്ട നോക്കുന്നത് അങ്ങനെ അവസാനിപ്പിക്കാനും സെബാസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ആരും ഒക്കെ പറഞ്ഞ് ഒഴിവാക്കിയ കാര്യങ്ങൾ കൂടിയാണ് കണ്ണൻ സൂചിപ്പിക്കുന്നത്. എപ്പോഴും പരിചയപ്പെടുന്നവർക്ക് വളരെ ദുരൂഹമായി തോന്നിയിരുന്നു. പക്ഷേ അന്നൊന്നും അവർ അതൊന്നും തുറന്നു പറഞ്ഞില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വരുമ്പോൾ മാത്രമാണ് അവർ അവരുടെ സംശയങ്ങൾ തുറന്നു പറയുന്നത്. ഏറ്റവും ഒടുവിൽ കണ്ണൻ പറഞ്ഞു നിർത്തുന്നത് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ കൃത്യമായും സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ബിന്ദു പത്മനാഭൻ ഒരു കോടീശ്വരിയായിരുന്നു. ഒരുപാട് സ്വത്തുവകകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നു. അവർ ഒറ്റപ്പെട്ട് താമസിക്കുകയായിരുന്നു. അവരുടെ സഹോദരനൊക്കെ വിദേശത്തായിരുന്നു. അപ്പോൾ ആ സ്ത്രീയെ ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ സമീപിച്ച് വലയിലാക്കി. അവരുടെ തിരോധാനം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ബന്ധുക്കൾ നാട്ടിലെത്തി പരാതി നൽകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ തേച്ചു മായ്ച്ച് കളയാനൊക്കെ സെബാസ്റ്റ്യൻ വളരെ സമർത്ഥമായി ഇടപെട്ടു എന്നതാണ് സംശയിക്കപ്പെടുന്നത്. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും സ്ത്രീകളെ വലയിലാക്കാൻ ഇയാൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ ലാക്കാക്കിയാണ് ഇയാൾ ഇത്തരം ഇടപാടുകൾക്ക് എത്തുകയും അവരെ വലയിലാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ അയാൾക്കുള്ള പങ്ക് കൂടി കണ്ണൻ പറയുന്നു. എന്റെ ഒരു കാഴ്ചപ്പാടി ഒരുപക്ഷെ അവര് ജീവനോടെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അത്രയും ദുരൂഹതയുള്ള ആളാണ്. ബിന്ദു പത്മനാഭൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്നതാണ് കണ്ണൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18ലൂടെയാണ് തുറന്നു പറച്ചിൽ നടത്തിയത്. മറ്റൊരു അയൽവാസി ഇയാളുടെ പെരുമാറ്റങ്ങൾ ദുരൂഹമായിരുന്നു. ഇയാൾ ചെറുപ്പത്തിൽ 17-ാം വയസ്സിൽ കുടുംബ വീട്ടിൽ എലിവിഷം ഭക്ഷണത്തിൽ കലക്കി നൽകി അവരെയൊക്കെ ആശുപത്രിയിലാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ക്രിമിനൽ വാസന ചെറുപ്പം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നതൊക്കെ പല വെളിപ്പെടുത്തലുകളായി പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ കാണിക്കുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അഭിനയമാണ് എന്ന കാര്യം കൂടിയാണ് കണ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇതൊക്കെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഉള്ളിലാകും എന്നതാണ് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മളിനി പോകുന്നു എന്നിട്ടെന്തായി സെഗ്മെന്റിലേക്ക്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. അതിൽ കേരളം ഒരിക്കലും മറക്കാത്ത ഒരു ക്രിമിനലാണ് ചെന്താമര. അയാൾ ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. പാലക്കാട് നെന്മാറ ബോയൻ കോളനിക്കാർക്ക് ഇന്നും ഒരു പേടി സ്വപ്നമാണ് ചെന്താമര. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ പകയാണ് ആ ക്രിമിനൽ ഒരു ദിവസം 3 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് തീർത്തത്. അവിടെ ഇപ്പോൾ ബോയൻ കോളനിയിലെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ എന്നിട്ടെന്തായി സെഗ്മെന്റിലൂടെ ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുൻപ് എന്തായിരുന്നു ചെന്താമരയുടെ ആ ക്രൂര കൃത്യങ്ങൾ എന്നത് നമുക്കൊന്ന് കണ്ടുവരാം ആ റിപ്പോർട്ടിലേക്ക്. ചെന്താമര, ആ പേരൊരു ഭീതിയോടെ മാത്രമേ മലയാളിക്ക് ഓർത്തെടുക്കാനാവൂ. ഒരു കൊല നടത്തി പകയടങ്ങാതെ വർഷങ്ങളോളം കാത്തിരുന്നു.
ജാമ്യത്തിലിറങ്ങി വീണ്ടും 2 കൊലപാതകങ്ങൾ. ഒരു കുടുംബം അനാഥമായി. ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിതയെ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങി പിരിയാൻ കാരണം അയൽവാസികൾ നടത്തിയ മന്ത്രവാദമാണെന്ന് വിശ്വസിച്ച് ആ പക തീർക്കുകയായിരുന്നു ഇയാൾ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര വീണ്ടും ബോയൻ കോളനിയിലെത്തി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് വന്ന് താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ ചെന്താമരയുടെ പരിസരവാസികളും സജിതയുടെ കുടുംബവും പോലീസിൽ പരാതി നൽകി. ഇയാളുടെ കൊടും ക്രൂരത അറിയാവുന്ന നാട്ടുകാർ വീണ്ടും ഒരു ക്രൂരത പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല, ചെന്താമരയെ നിരീക്ഷിച്ചില്ല. എന്നാൽ ലോറി ഡ്രൈവറായിരുന്ന സജിതയുടെ ഭർത്താവ് സുധാകരൻ ജാഗ്രതയിലായിരുന്നു. തന്റെ 2 പെൺമക്കളെയും മുത്തച്ഛന്റെ വീട്ടിലാക്കി. പക്ഷേ ഒടുങ്ങാത്ത പകയുമായി ചെന്താമര വീണ്ടും എത്തി. ഇക്കഴിഞ്ഞ ജനുവരി 27 രാവിലെ 10 മണിക്ക് നെന്മാറ ടൗണിലേക്ക് ഇറങ്ങുന്ന സുധാകരനെ ചെന്താമര കൊടുവാൾ കൊണ്ട് വെട്ടി വീഴ്ത്തി. നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും കൊടുവാൾ കൊണ്ട് നിഷ്കരുണം വെട്ടിവീഴ്ത്തി. സമീപത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറിയ ചെന്താമരയ്ക്കായി പോലീസ് അരിച്ചുപെറുക്കി. നെന്മാറയിലെ കൂട്ടക്കൊലപാതകവും പോലീസ് വീഴ്ചയും കേരളം മുഴുവൻ ചർച്ച ചെയ്തു. 2 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ചെന്താമര പിടിയിലാവുന്നത്. ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോലും അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. അത്ര കണ്ട് ശക്തമായിരുന്നു ജനരോഷം. കേസ് നടപടികൾ മുന്നോട്ടു പോവുകയാണ്. പക്ഷേ ചെന്താമര എന്ന ഭീകരൻ നെന്മാറക്കാർക്ക് ഇന്നും ഒരു പേടി സ്വപ്നം. ന്യൂസ് 18 പാലക്കാട്. പോലീസ് കണ്ണടച്ചപ്പോൾ, ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോൾ ചെന്താമര എന്ന കൊടും ഭീകരനെടുത്ത ജീവിതങ്ങൾ അനാഥമാക്കിയത് 2 പെൺകുട്ടികളെയാണ്. ഇപ്പോൾ മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ആ പെൺകുട്ടികൾ കഴിയുന്നത്. ഈ കൊടും ഭീകരന് മതിയായ തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തണം എന്നത് മാത്രമാണ് ആ പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. നെന്മാറയിൽ കൂട്ടക്കൊല നടന്നിട്ട് 7 മാസമായി. കേരളത്തെ ഞെട്ടിച്ച ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ ഗ്രാമത്തിന് ഇപ്പോഴും ചോരയുടെ മണമാണ്. ചെന്താമര വെട്ടിക്കൊന്ന സുധാകരന്റെയും സജിതയുടെയും 2 പെൺമക്കൾ അതുല്യയും അഖിലയും. ജീവിതത്തിൽ അവർ പൊരുതി മുന്നേറുകയാണ്. മൂത്ത മകൾ അതുല്യ വിവാഹിതയാണ്. നഴ്സായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരുന്നു. 2ാമത്തെ മകൾ അഖില ബികോം വിദ്യാർത്ഥിയാണ്. അഖില ഇപ്പോൾ നെന്മാറ കുനിശ്ശേരിയിലെ സജിതയുടെ വീട്ടിലാണ്. ജീവിതം തകർത്ത കൊടും ക്രൂരന് തക്കതായ ശിക്ഷ വേണം. ഇതാണ് ഈ മക്കളുടെ ആഗ്രഹം. കോടതിന് വിശ്വാസമുണ്ട്, നല്ലപോലെ ശിക്ഷ. ഇനി അയാളെ പുറത്തു വിട്ട ഇനിയും ഓരോരുത്തരുടെ ജീവൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ അതേപോലെ നല്ല അയാളെ തൂക്കിക്കൊല്ലണം തന്നെയാണിത്. ഇപ്പോ എന്റെ ഫാമിലി തന്നെ എല്ലാം പോയല്ലോ. ഇനിയും ഓരോരുത്തരുടെ ഫാമിലി പോവാതിരിക്കാൻ വേണ്ടിട്ട് അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ വേണം. ഇങ്ങനെയുള്ള ആളിനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. നല്ലൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പോലീസുകാർ നല്ല സപ്പോർട്ട് തന്നെയാണ്, ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിയും മാതാവിന്റെ സഹോദരിയുമാണ് ഈ പെൺമക്കൾക്ക് ഇപ്പോൾ സംരക്ഷകർ. 80 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശൻ അവശ നിലയിലാണ്. പ്രായാധിക്യത്താൽ വലയുന്ന മാതാവിന്റെ അമ്മയാണ് നിത്യജീവിതത്തിന് വരുമാനം കണ്ടെത്തുന്നത്. കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ കുടുംബത്തിന് നിരവധി സഹായ വാഗ്ദാനങ്ങൾ കിട്ടിയെങ്കിലും അത് വാഗ്ദാനങ്ങളായി തന്നെ ഒതുങ്ങി. ഇപ്പോൾ വലുതിൻ്റെ കാര്യം അനിയത്തി മരിച്ച പിന്നെ ഞാൻ ആ കല്യാണം കഴിച്ചു കൊടുത്തത് കണ്ണമ്പറ പുതുക്കോട്ടിക്ക്. പിന്നെ ചെറിയ കുട്ടിൻ്റെക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവർക്ക് നാളേക്ക് നോക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു 10 റുപ്യ വേണം പറഞ്ഞാൽ, എനിക്ക് ആങ്ങളമാരിൽ എനിക്ക് 2 പെൺകുട്ടികളാണ്, എനിക്ക് ആ മക്കളില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ കിട്ടിയാൽ അവരുടെ കാര്യം നോക്കാനുള്ള ഇതായല്ലോ. ഒരാളുടെ അടുത്ത് 10 രൂപ കൈ നീട്ടി ചോദിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10 റുപ്യ വേണം പറഞ്ഞാൽ അപ്പം അച്ഛനും അമ്മയ്ക്കും വയസ്സായതാണ്. പിന്നെ എല്ലാത്തിനും പോകാനും വരാനും ഞാനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ വയസ്സായ അച്ഛനമ്മയാണ്. അച്ഛനമ്മയ്ക്ക് എന്താ വീഴാനായി നിൽക്കുകയാണ്. അവർക്ക് ഒരു അടച്ചുറപ്പില്ല, കിടക്കാനും ഇരിക്കാനും ഒരു പേടി. ചെറിയ കുട്ടിക്ക് എപ്പോഴും പേടിയാണ്. ഇവിടെ ഒരു അടച്ചുറപ്പില്ല. പിന്നെ എനിക്ക് ഡെയിലി വന്നു പോകാനാകില്ല. വലിയച്ഛൻ ഊട്ടിയിലാണ് പണി ചെയ്യുന്നത്. അയാളും ഇവിടെ ഇരുന്നു പറഞ്ഞാൽ കുട്ടികളുടെ ജീവിതം നോക്കാനൊരു ഇത്. അപ്പം എല്ലാ കാര്യവും നമ്മളാണ് പോണത് വരുന്നതൊക്കെ ഞാനാണ് നോക്കി കൊണ്ട് ഒപ്പമാക്കുന്നത്. അപ്പോൾ ചെറുതിനും വലുതിനും എന്തെങ്കിലും ഒരു ജോലി
തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കവർ ഒന്നും ആയിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ പറയണത്. നമുക്ക് കുറേ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് നാളേക്ക് മേലേക്ക് ജീവിക്കണ്ടേ. സജിതയുടെ കൊലപാതകത്തിന്റെ കേസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തോടെ വിധി വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത മാസം ഫുള്ളുമാണ് അമ്മന്റെ കേസ് ഇതാവുന്നത്. അതിന്റെ വിധിയൊക്കെ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും അച്ഛന്റെ ഉണ്ടാവും അവര് പറഞ്ഞു. എന്തായാലും അയാൾക്ക് നല്ലപോലെ ശിക്ഷ കൊടുക്കണം. ഇത് അമ്മന്റെ 2019 കഴിഞ്ഞിട്ട് അച്ഛനും പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വിധി വരുന്നത്. നല്ല സങ്കടമുണ്ട്. അപ്പൊ അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ വേണം. സജിതയുടെ ചേച്ചിയും കുട്ടികളുടെ മുത്തശ്ശിയുമാണ് അവിടെ ഇപ്പോൾ അവർക്ക് സംരക്ഷണമായുള്ളത്. 2 കുട്ടികളെ അനാഥരാക്കിയ ചെന്താമരയ്ക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് അവരുടെയും ആഗ്രഹം. ഏറ്റവും വേണ്ടപ്പെട്ട മാതാപിതാക്കളുടെ മരണം കൺമുന്നിൽ കണ്ടവരാണ്. 2 തവണയായി 3 മരണം കൺമുന്നിൽ കണ്ട 2 പെൺകുട്ടികളാണ്. അവർ അതിജീവനത്തിനുള്ള പരിശ്രമത്തിലാണ്. ഒപ്പം തങ്ങളുടെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ആ കൊടും കുറ്റവാളിക്ക് കനത്ത ശിക്ഷ തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോഴും അതിജീവനം എന്ന് പറയുമ്പോൾ ഒരു ജോലി, കെട്ടുറപ്പുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ അതിൻ്റെ ഒരു പ്രാധാന്യം ആ ബന്ധു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കരുത്തായി എല്ലാവർക്കും കൂടെ നിൽക്കാം. എന്തായാലും അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ പോവുകയാണ് നമ്മളുടെ മറ്റൊരു സെഗ്മെന്റിലേക്ക്, സായന്ന സവാരിയിലേക്ക്. നമുക്ക് വൈകുന്നേരം അസ്തമന സൂര്യനെ കണ്ടുകൊണ്ടൊരു ചായയൊക്കെ കുടിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ആ സായാഹ്നം വളരെ സമ്പന്നമായി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചിയിലെ ഒരു കാഴ്ചയിലേക്കാണ്. കൊച്ചിയിലെ ഗവിയിലേക്കാണ് ഡാനി ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കായൽക്കാറ്റേറ്റ് ഒപ്പം അസ്തമയ സൂര്യനെ കണ്ടുകൊണ്ട് കട്ടൻ ചായയും മീൻ വിഭവങ്ങളും കഴിക്കാം എന്നതാണ് ഡാനിപ്പോൾ പറയുന്നത്. പോയി നോക്കാം. കൊച്ചിയുടെ സുന്ദരമായ കാഴ്ചകൾ ഒരു പുതിയിടം അടയാളപ്പെടുത്തുകയാണ് ഈ കണ്ടെയ്നർ റോഡ്. നല്ല സുന്ദരമായ പുതിയ ആ റോഡ്. ഈ റോഡ് അതിര് പങ്കിടുന്നത് അതിനേക്കാൾ മനോഹരമായ ഒരിടമാണ്. ഇതാ കൊച്ചിയുടെ കായൽ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടങ്ങൾ ആയിട്ട് ഇത് കാണുന്നു. കണ്ടെയ്നർ റോഡിൽ ഇവിടെ ഈ വൈപ്പിൻ, വലാർപാടം, മുളവുകാട് ആ ദ്വീപുകളെ എല്ലാം തന്നെ കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു കായൽ കാഴ്ചകളുടെ സൗന്ദര്യവും ചീനവലകളും ഇതെല്ലാം തന്നെ കാഴ്ച തരുന്ന ഇടമാണ്. ഇവിടെ നിത്യേനയെന്നോണം നിരവധി സന്ദർശകർ എത്തുന്നു. അവിടെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന രസികൻ ഒരു സ്ഥലം. ഇത് ഗവി എന്ന് പറയുന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റും ചായക്കട എല്ലാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരിടമാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ട് ആളുകൾ ഇവിടം തിരഞ്ഞെടുക്കുന്നു എന്നത് നമുക്ക് നോക്കാം. ഈ ഗവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രസികൻ ഭക്ഷണം ആണ്. ഇവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു കാളാഞ്ചി ബിരിയാണി, കപ്പ ബിരിയാണി, അങ്ങനെ പലതരം ബിരിയാണികൾ. കൊച്ചിയുടെ ഒരു സ്വതസിദ്ധമായ ഒരു രുചി എന്നെല്ലാം പറയുമ്പോൾ മീൻ രുചികൾ, പ്രത്യേകിച്ച് കായലിനോട് അടുത്ത് കിടക്കുന്നു. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് ഈ കായലിലെ 2 വഞ്ചികളുടെ ഒരു മാതൃകയിൽ വെള്ളത്തിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന രീതിയിലുള്ളതാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഈ അസ്തമയ സൂര്യൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ നുകർന്നിരിക്കാൻ പറ്റുന്ന ഒരിടമാണിത്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്ക്, അതിൻ്റെ കിച്ചണിലേക്കൊക്കെ വരുമ്പോൾ നല്ല രുചികരമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇവിടെ വരുന്നവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ്? മീൻ രുചികളാണോ? അതെ അതെ, മീൻ രുചികളാണ്.
കൊച്ചിയുടെ ഒരു പ്രത്യേകതയും കായലൊക്കെ ചേർന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. കിട്ടും ഇവിടെ കായൽ മറ്റേ എന്താണ് കാളാഞ്ചിയുണ്ട്, കരിമീനുണ്ട്, ഫിലോപ്പി ഉണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്, കൂന്തൽ, അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ ഇത്തരം രുചികളാണ് കൂടുതലായിട്ടും ആളുകൾക്ക് ഇഷ്ടമാകുന്നത്. കൊച്ചിയിലേക്ക് എത്തുന്നവർക്ക് കൂടുതലും അതിൻ്റെ ഒരു തനത് രുചി, അത്തരം ശീലങ്ങൾ തേടിക്കൊണ്ട് വരുന്നവർ തന്നെയാണ് കൂടുതലും. മീൻ വിഭവങ്ങളും അത്തരം കാര്യങ്ങളും എല്ലാമാണ് കൂടുതലായിട്ടും തരുന്നത്. ഏതായാലും രുചി വളരെ പ്രത്യേകതയുള്ളത് തന്നെയാണ്. രുചി കൊണ്ട് തന്നെയാണ് നമ്മൾ പലരും പലയിടങ്ങളിലേക്കും യാത്ര പോകുന്നതും എല്ലാം തന്നെയും. കൊച്ചിയിൽ നിന്നുള്ളവരുണ്ട്, അതേപോലെ തന്നെ വിദേശികൾ വരാറുണ്ട്, പിന്നെ കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ സൺസെറ്റ് ആണ് കാണാനുള്ളത്. ആക്ച്വലി നല്ല ആംബിയൻസ് ആണ്. ഞങ്ങൾ പലവട്ടം ഇതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ഒന്ന് കയറിയതാണ്, എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. നല്ല ആംബിയൻസ് ആണ്. സൺസെറ്റ് ഉണ്ട്, വൈകിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പേസ്. സൂപ്പർ. നമുക്കിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് വേണ്ട വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറാ, നൈസാണ്, നൈസാണ് വേണ്ടത്. അതാണ് നമ്മൾ ഈ കട ചൂസ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയുടെ കായൽ കാഴ്ചകൾ എന്നും എല്ലാവരെയും തന്നെ ഒരേപോലെ മോഹിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ രുചിയും കൂടെ ആകുമ്പോൾ അതൊന്ന് വേറെ നിൽക്കും. അങ്ങനെ ഇതും അതുപോലെ തന്നെ അത്തരം ഒരു ഹിറ്റ് ചാർട്ടുകളിലേക്ക് ഇടം നേടുകയാണ്. രുചി അന്വേഷിച്ച് നല്ല കാഴ്ചകൾ അന്വേഷിച്ച് എത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ്. മറ്റൊരു ദിവസത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും പൊളി വൈബായിരുന്നു. എന്തായാലും സായനം ആഘോഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചെലവഴിക്കാൻ പറ്റിയ ഒരു നല്ല ഇടമാണ് ഡാനിപ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടിയത്. കൊച്ചിക്കാർക്ക് മാത്രമല്ല, കൊച്ചിയിലെത്തുന്ന ആർക്കും ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സുന്ദരമായ കാഴ്ചകളും വാർത്തകളും ഒക്കെയായി ഇനി തിങ്കളാഴ്ച കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.